ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു എക്സ്പെരിമെൻ്റ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലിപ്പോൾ വമ്പൻ ചൂടാണല്ലോ. ഏകദേശം ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒരു 40 ഡിഗ്രി 43 ഡിഗ്രി വരെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചൂടത്ത് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ആലോചിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മുട്ട എടുത്തിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു പ്ലേറ്റിൽ നമ്മൾ വയ്ക്കും. എന്നിട്ട് ഒരു അരമണിക്കൂറോ ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കണ സമയത്ത് ആ മുട്ടയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഇപ്പോൾ കറക്റ്റായിട്ട് സമയമായിട്ടില്ല. അപ്പോൾ 11 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു നട്ടുച്ച നേരത്ത് ഏതാണ്ട് ഒരു 12:30-1 മണിയൊക്കെ ആവണ സമയത്താണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ വന്ന് നോക്കുന്ന സമയത്ത് എന്താണ് അതിന് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് പറ്റിയൊരു ഏരിയ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്താ പറയുക, തണലൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒന്നുമില്ല, നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ ഉണ്ടോ. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, തണലും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിലാണ് തണലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ റബ്ബറാട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സൂര്യൻ മേലെ വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു 12 മണി 12:30-1 മണി ആ റേഞ്ചൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എക്സ്പെരിമെൻ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഒരു പഴയ ബക്കറ്റാണ് അവിടെ വെച്ചിട്ടുള്ളത്. കല്ലിന് വരെ നമ്മൾ പഴയ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു കിണ്ണം വെച്ചിട്ടുണ്ട്, അതിന് മേളിലൊരു അടപ്പ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ, നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക മാത്രമുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വന്ന് നോക്കിയാൽ എന്താണ് ഇതിന് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. പൊട്ടിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരടപ്പ് ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഇനി നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെങ്ങനെ മുട്ട കണ്ടോ അങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ണിയൊക്കെ പൊട്ടി, കുഴപ്പമില്ല. ഇനി നമുക്ക് ഒരു 2 തരി ഉപ്പിട്ടിട്ട് നമുക്ക് ആ പാത്രം കൊണ്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെങ്ങനെ കുറച്ച് ഉപ്പെടുത്തിട്ട് അതിൻ്റെ മേലേക്കൂടെ ഇങ്ങനെ വെതറി കൊടുക്കാം കേട്ടോ. ചുമ്മാ നമ്മൾ ഓയിലൊന്നും ഇവിടെ ഒഴിച്ചിട്ടില്ല. ഓക്കെ, ഇത് ഓയിലില്ലാത്ത ഓംപ്ലേറ്റ് ആണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പാത്രം കൊണ്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ അടപ്പെടുത്തിട്ട് ഇങ്ങനെ അടച്ച് വെക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിന് എന്താണ് സംഭവിച്ചതെന്ന് കാണാം. ഗൈസ്, ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അതായത് നമ്മൾ അടപ്പ് തുറന്നിട്ടാണ് നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ അരമണിക്കൂറുള്ള ഒരു 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതെന്താ പൊള്ളലേറ്റ മുട്ട ഗൈസ്. നമ്മുടെ മുട്ടയ്ക്ക് ഇവിടെ പൊള്ളലേറ്റ മാതിരി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, വെയിലത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് ഇതാ സൂര്യാഘാതം മേക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ അതേപോലെ ആയിരിക്കും സ്കിന്നും കാര്യങ്ങളൊക്കെ. അതേപോലെ ആയിട്ടുണ്ട് നമ്മുടെ മുട്ടയ്ക്ക് ഇവിടെ പൊള്ളലേറ്റുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിസൾട്ട്. അപ്പോൾ നമ്മളിവിടെ കഴിക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ 2 തരി ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടത്. ഇതിൻ്റെ കോലം കണ്ടിട്ട് ഇപ്പോൾ കഴിക്കാനൊന്നും തോന്നണമെന്നില്ല. കണ്ടോ, പൊള്ളലേറ്റ മുട്ടയാണ് ഗൈസ്. ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വെയിലാട്ടോ. നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഒമ്പൻ ചൂടാണ്. നമ്മുടെ നേരെ മേലെയാണ് സൂര്യൻ ഇരിക്കുന്നത്. അപ്പോൾ അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അധികം നേരം നിന്നാൽ നമ്മുടെ സ്കിന്നിത് അതേമാതിരിയാവും. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ സംസാരിക്കണമൊന്നുമില്ല, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അതുണ്ടോ ഇതേപോലെയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയ്ക്കത്തിനുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.